കൊട്ടാരക്കര മണ്ഡലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മണ്ഡലം ഒരു കാലത്ത് ആർ ബാലകൃഷ്ണപിള്ളയുടെ മണ്ഡലമായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമായിരുന്നു. ആർ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ച് ഇലക്ഷൻ രംഗത്തേക്ക് കടന്നു വന്ന ഐഷ പോറ്റി പിന്നീട് കൊട്ടാരക്കരക്കാരുടെ പ്രിയപ്പെട്ട സഖാവായി മാറി. അഴിമതിയില്ല, ലാളിത്യമാർന്ന ജീവിതം, ഇതൊക്കെ ഐഷ പോറ്റിയുടെ പ്രത്യേകതയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിക്ക് പകരം CPM നിർത്തിയത് KN ബാലഗോപാലിനെയാണ്. അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് വിജയിക്കുകയും ധനകാര്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പ് KN ബാലഗോപാലിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. KN ബാലഗോപാൽ തന്നെയാണോ കൊട്ടാരക്കരയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് LDF വ്യക്തമാക്കിയിട്ടില്ല, CPM വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ KN ബാലഗോപാലല്ല ആര് വന്നാലും കൊട്ടാരക്കരയിൽ തീവാർന്ന മത്സരത്തിന് അരങ്ങൊരുങ്ങി. കൊട്ടാരക്കരക്കാരുടെ എല്ലാമായ ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കും. അതിനുള്ള ചർച്ചകൾ പുരോഗമിക്കും. കൊട്ടാരക്കരയിലെ ജനകീയ MLA ആയിരുന്നു ഐഷ പോറ്റി. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDFന് വേണ്ടി മത്സരിക്കുമ്പോൾ UDFന്റെ കൊട്ടാരക്കര മോഹം പൂത്തിരിക്കുകയാണ്. കൊട്ടാരക്കര മോഹം പൂത്തങ്ങനെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിഷ്പക്ഷ മതികളുടെ വോട്ട് അവർക്ക് ക്രോഡീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഏറ്റവും ശ്രദ്ധേയമായ മത്സരത്തിന് വേദിയാകും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. CPMും ഐഷ പോറ്റിയും ഇപ്പോൾ അകന്നിരിക്കുകയാണ്. ഐഷ പോറ്റിയെ CPM അവഗണിക്കുന്നു എന്ന പരാതി അവർക്കുണ്ട്. സജീവ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായി അവർ പറഞ്ഞെങ്കിലും പിന്നീട് UDFുമായി ചേർന്ന് ചില ധാരണകൾ ഉണ്ടാക്കുകയായിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഒരു കാലത്ത് ആർ ബാലകൃഷ്ണപിള്ള UDFന് വേണ്ടി നേടിയിരുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. ഐഷ പോറ്റിയുടെ വരവാണ് എല്ലാം തകിടം മറിക്കുകയും അത് LDFന്റെ ചുവന്ന കൊടിക്കീഴിൽ ആവുകയും ചെയ്തത്. കൊട്ടാരക്കരയിൽ BJPക്കും ശക്തമായ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം അവിടെ പ്രതീക്ഷിക്കാം. പക്ഷേ ഐഷ പോറ്റി എത്തുന്നതോടുകൂടി മത്സരത്തിന്റെ ഗതിവിഗതികൾ മാറും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കൊട്ടാരക്കര KN ബാലഗോപാലല്ല ആര് നിന്നാലും ഐഷ പോറ്റിയുടെ ജനകീയതയ്ക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയ സംശയമാണ്. ചുരുക്കത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും 2026 കൊട്ടാരക്കര നടക്കുക. ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവരെ തോൽപ്പിക്കാൻ CPM പഠിച്ച പണി 18 പയറ്റും എന്നുള്ളത് ഉറപ്പാണ്. BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളും നിർണായകമായി മാറും. അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് കൊട്ടാരക്കരയിൽ വന്നിരിക്കുന്നത്. ഐഷ പോറ്റി ഇറങ്ങുന്നതോടുകൂടി കൊട്ടാരക്കരയിലെ കോൺഗ്രസ് മോഹങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുകയാണ്. കൊട്ടാരക്കര കോൺഗ്രസ് കുറെ കാലമായി കളഞ്ഞിട്ടിരുന്ന മണ്ഡലമായിരുന്നു. LDFന് വേണ്ടി ഐഷ പോറ്റി പിടിച്ചെടുത്ത മണ്ഡലം. പിന്നീട് ഐഷ പോറ്റിയെ CPM തഴഞ്ഞപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലിനെ അവർ മത്സരിപ്പിക്കുകയും ബാലഗോപാൽ ജയിച്ചു കയറി ധനകാര്യമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഐഷ പോറ്റി നേടിയ ഭൂരിപക്ഷത്തെക്കാൾ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചത്. KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചെങ്കിലും ഐഷ പോറ്റിയുടെ ജനകീയ മുഖത്തിന് ഒരിടിവും സംഭവിച്ചിട്ടില്ല. അവർ ഇറങ്ങുന്നു UDFന് വേണ്ടി. എന്തായാലും കൊട്ടാരക്കരയിൽ തീപാറും പോരാട്ടം ഉറപ്പ്.